ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷക്കായിട്ട് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങിയിട്ടാണ്. ഞാൻ ആ വാക്യം ഞാൻ വായിക്കണം. യേശു ഒലിവുമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരുവോ, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ചു ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവൻ നിവർന്ന്, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. അതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, പോക, നീ പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. അപ്പം നമ്മൾ ഈ വായിച്ച വാക്യങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിലുള്ള ആ ക്രിസ്തു എന്ന ആ വീണ്ടെടുപ്പുകാരൻ്റെ ആ വീണ്ടെടുപ്പിൻ്റെ ഒരു വെളിപ്പെടലാണ് നമുക്ക് ഈ വചനഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വീണ്ടെടുപ്പ്, അപാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവം ആ സ്ത്രീക്കുണ്ടായി. നമ്മളിവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു എന്ന വെളിപ്പാടും ദൈവരാജ്യ വെളിപ്പാടും കൃപയുടെ വെളിപ്പാടുമാണ്. ഇന്നത്തെ നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിക്കുള്ള വീണ്ടെടുപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന്, ആ സ്ത്രീയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചു. കൃപ, അവൾ തെറ്റുകാരിയാണ്. ഇവിടെ പറയുന്നുണ്ട്, മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടതാണ്. പക്ഷേ കൃപയുടെ പ്രമാണപ്രകാരം അവൾക്ക് ക്രിസ്തുവിൽ അവൾക്ക് അതിൽ നിന്നും മോചനം കിട്ടി. പക്ഷെ അതിൻ്റെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്, മേലിൽ പാപം ചെയ്യരുത്. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു ഡിസിപ്ലിനാണ്. പാപം ചെയ്തു, ശരിയാണ്, ന്യായപ്രമാണ പ്രകാരം അവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടതുമാണ്. പക്ഷേ കൃപയുടെ ദാതാവായ ക്രിസ്തു മുഖാന്തരം അവൾക്കതിൽ നിന്നും പൂർണ്ണമായ മോചനം കിട്ടി. അവൾക്ക് പുതിയൊരു ജീവിതം തുടങ്ങുവാനുള്ള ഒരു അവസരം ദൈവം കൊടുക്കുകയാണ്. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ഇന്ന് പുതിയ നിയമത്തിലാണ്, ക്രിസ്തുവിലാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ പാപത്തിൻ്റെ മേഖലകളിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ വിശ്വസിക്കുന്ന ഏതൊവനും മോചനമുണ്ട്, ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവമുണ്ട്. ദൈവത്തോട് നമുക്ക് അത് മുഖാന്തരം ഒരു നിരപ്പുണ്ട്. നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങുവാനുള്ള ഒരു സാഹചര്യം ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട. ദൈവം നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ കാൽവരി ക്രൂശിൽ യാഗമായിട്ട് അർപ്പിച്ചു. ആ യാഗത്തിലൊന്ന് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നമ്മൾ നേർച്ചകളോ
നമ്മൾ പാപപരിഹാരത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്തിരുന്നാലും കാര്യമില്ല, ചെയ്യുകയും വേണ്ട. അത് ദൈവം ചെയ്തു. അതാണ് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രയധികം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് സുവിശേഷം. ഇതാണ് സർവ്വലോകത്തിനുമുള്ള സന്തോഷത്തിനുള്ള വക. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരായ നമ്മൾ ഓരോരുത്തരും ലോകത്തിന് കൊടുക്കേണ്ടതും ഈ ക്രിസ്തുവിനെയാണ്, ഈ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിനെയാണ്, ഈ ക്രിസ്തുവിനെ നൽകിയ ഈ പിതാവായ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ്. ആ ക്രിസ്തുവിലൂടെ മനുഷ്യരാശിയുടെ മേൽ ദൈവം അയച്ച ആ കൃപയെയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയെന്നാൽ ഈ സ്ത്രീയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാവരും തന്നെ. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ സിനിമാ മേഖലകളെ നമ്മളിപ്പോൾ മീഡിയ വഴി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ പലരുടെ നേരെ നമ്മൾ വിരൽ ചൂണ്ടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മുഖാന്തരം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ജീവിതത്തിലുള്ള അവസരങ്ങൾ മുഖാന്തരം അവസരങ്ങളെ മുതലെടുത്തുകൊണ്ട് അവർ പല തെറ്റായ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു. ശരി തന്നെയാണ്. ഇപ്പം ഈ പാപിനിയായ സ്ത്രീയോട് ചോദിച്ചെന്നാലും അവളുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവളെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അവളോട് യേശു കർത്താവ് ക്ഷമിച്ചു, കൃപ കാണിച്ചു, വീണ്ടെടുപ്പ് അവളുടെ ജീവിതത്തിൽ കൊടുത്തു. അപ്പോൾ നമ്മളും ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുവാൻ, അവരെ കുറ്റം വിധിക്കുവാൻ നമ്മൾക്കും യോഗ്യതയില്ല. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ഈ സിനിമാ മേഖലകളിലുള്ള ഈ വ്യക്തികൾ ഇന്ന് ചെയ്തിരിക്കുന്ന തെറ്റ് എന്തായിക്കോട്ടെ, ആ തെറ്റ് ചെയ്തത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അതിന് അവർക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഇവിടെ യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. പുരുഷാരത്തോട് യേശു കർത്താവ് പറയും, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ കല്ലെറിയട്ടെ. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, മുതിർന്നവർ മുതൽ താഴേക്കുള്ളവരാണ് ഓരോരുത്തരും അവിടെ നിന്ന് പോയത്. അപ്പം അവരുടെ മനസാക്ഷി ഹേതുവായിട്ടാണ് അവർക്കത് അവർ ഓരോരുത്തരും പോയതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ മീഡിയയിലൂടെ കാണുന്ന പല ന്യൂസിനും നമ്മൾ ആ ന്യൂസ് മുഖാന്തരം പലരുടെ നേരെ നമ്മൾ വിര ചൂണ്ടുമ്പോൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലൊരു ജീവിത സാഹചര്യം നമുക്ക് ഉണ്ടായെന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മളുടെ പ്രവൃത്തി. ഞാനൊരു സിനിമാ നടനാണ്, എനിക്കും ഇതുപോലുള്ള ആ സാഹചര്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട് എങ്കിൽ ഞാൻ ആ സാഹചര്യത്തെ ഞാൻ എങ്ങനെ ഉപയോഗിക്കും നമ്മൾ ചിന്തിക്കണം. നമ്മൾ മീഡിയയിൽ കാണുന്ന ഓരോ ന്യൂസിലൂടെയും നമ്മൾ മറ്റുള്ളവരെ നമ്മൾ കുറ്റം വിധിക്കുകയും മറ്റുള്ളവരെ അവരിങ്ങനെ ആയിരുന്നല്ലേ എന്ന് ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ സാഹചര്യം എൻ്റെ ജീവിതത്തിലായിരുന്നുവെങ്കിൽ ഞാൻ ഈ സാഹചര്യത്തെ എങ്ങനെ ഉപയോഗിച്ചാനേ. നമ്മളൊരു കാര്യം അറിയണം, നമ്മളും അവരുടെ അതേ നിലവാരത്തിൽ തന്നെ ഉള്ളവരായിരിക്കും. നമുക്ക് ആ സാഹചര്യമില്ലായിരുന്നു, നമ്മളത് അങ്ങനെ നമ്മൾ ചെയ്തില്ല. സാഹചര്യം അതായിരുന്നെങ്കിൽ നമ്മളും അതുപോലെയൊക്കെ തന്നെ ചെയ്യും. കാരണം നമ്മളും അവരും തമ്മിലുള്ളൊരു വ്യത്യാസമൊന്നുമില്ല. നമുക്ക് വ്യത്യാസം വരുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളും അവർക്ക് ആ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പാപികളാണ്, എല്ലാ മനുഷ്യരും പാപികളാണ്. സാഹചര്യങ്ങൾ കൊണ്ട് ഓരോരുത്തരും അവരുടേതായ സാഹചര്യം മുഖാന്തരമാണ് പല പാപങ്ങളിലും ചെന്നപ്പെടുന്നത്. നമുക്ക് ആ സാഹചര്യം ഇല്ലാതെ കൊണ്ട് നമ്മളതിൽ പെട്ടില്ല. അപ്പോൾ ഇന്ന് അവർക്കും ഈ പറഞ്ഞ പോലെ പാപിനിയായ സ്ത്രീയോട് ദൈവം ക്ഷമിച്ചു. ക്രിസ്തുവിൽ യേശുവിൽ ദൈവം അവരോട് ക്ഷമിച്ചതുപോലെ ദൈവം അവരോടും ക്ഷമിക്കും. അവർക്കും ഒരു വീണ്ടെടുപ്പുണ്ട്. ലോകത്തിൻ്റെതായ നിയമങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വെച്ച് നോക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ അതിൻ്റേതായ ശിക്ഷകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
പക്ഷേ ദൈവസന്നിധിയിൽ അവർ ചെയ്ത തെറ്റും ക്രിസ്തുവിൽ അവർക്ക് അതിൽ നിന്നും ഒരു മോചനമുണ്ട്. ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം സ്നേഹമാണ്. ആ സ്നേഹമാണ് ദൈവം തൻ്റെ പുത്രനെ കാൽവരി ക്രൂശിൽ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പ് വിലയായി പാപപരിഹാരമായി യാഗമായി അർപ്പിച്ചത്. അത് മുഴു ലോകത്തിലുള്ള സകല മനുഷ്യർക്കും അത് അവകാശമാണ്. ഈ ക്രിസ്തുവിനെ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനും ഇന്ന് ഭൂമിയിലില്ല. ധനവാനാനും ദരിദ്രനാണെങ്കിലും ആരാണെങ്കിലും ക്രിസ്തുവിനെ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ഇല്ല. ക്രിസ്തുവിലല്ല എങ്കിൽ അവൻ നിത്യജീവൻ അർഹനാകത്തില്ല, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല. അതാണ് യേശുവിനെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. യേശുവില്ലെങ്കിൽ അവൻ ഇരുട്ടിലാണ്, വെളിച്ചത്തിലല്ല. ഇതിൻ്റെ അവസാനം 8:12 നമ്മൾ വായിക്കുകയാണെന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുന്നു. യേശുവിനെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചമുള്ളവനാകും. അതുകൊണ്ടിട്ടാണ് ഈ യേശുവിനെ ഇന്ന് ഈ ഭൂമിയിൽ 800 കോടി ജനമുണ്ടെങ്കിൽ 800 കോടി ജനത്തിനും ഈ യേശുവിനെ ആവശ്യമാണ്. അപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മുഖാന്തരം നമ്മൾ ഓരോരുത്തരും പാപികളാണ്. സിനിമാ മേഖലയിൽ ഉള്ളവർ ആ രീതിയിൽ അവരുടെ ജീവിതത്തിൽ പാപം വന്നെങ്കിൽ, നിങ്ങൾ ഒരു ഓഫീസറാണെങ്കിൽ നിങ്ങൾ അതിൽ എത്രമാത്രം സത്യസന്ധത പുലർത്തുന്ന ഒരു ഓഫീസറാണ്. നിങ്ങൾക്കൊരു കൈക്കൂലി വാങ്ങിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് നിങ്ങളെങ്ങനെയാണ് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്? ഞാൻ എല്ലാവരെയും അതിനെ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ സാഹചര്യം വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും പാപത്തിൽ പെട്ടുപോകും. ഇവിടെ നമ്മൾ ഈ വായിച്ച ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. യേശുവിനെ മനസ്സിലായി, അവളുടെ ജീവിത സാഹചര്യങ്ങളാണ് അവളെ ആ വ്യഭിചാരത്തിലേക്ക് എത്തിച്ചത്. ആ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അവളെ ആ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതായിരുന്നു, അവളോട് ക്ഷമിക്കുന്നതായിരുന്നു. അതിനായിട്ടാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി ക്രിസ്തുവായിട്ട് നമുക്ക് നൽകിയത്. അപ്പോൾ ക്രിസ്തുവിൽ എല്ലാ മനുഷ്യർക്കും ഒരു വീണ്ടെടുപ്പുണ്ട്. നിങ്ങൾ എത്ര കൊടും ചുവപ്പായ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധിയാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആ യേശുവിനെ ഒന്ന് വിളിച്ചപേക്ഷിച്ച് യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും ഒരു മോചനമുണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ട്. അതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു പുതിയ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ക്രിസ്തു മുഖാന്തരം ദൈവം വഴികളെ തുറന്നു വെച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത് പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഞാൻ ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ആ വ്യക്തി ചെയ്തതുപോലെ അല്ല ഈ വ്യക്തി ചെയ്തതുപോലെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന്. രക്ഷിക്കപ്പെട്ടതാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിചാരങ്ങൾ, ഒരു വ്യക്തിക്ക് നന്മ ചെയ്യാൻ ദൈവം ഒരുക്കിയ സാഹചര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിച്ചത് എല്ലാ പാപവും പാപം തന്നെയാണ്. എല്ലാ പാപത്തിനും ഒരേ വാല്യൂ തന്നെയാണ്. നമ്മൾ ഇന്ന പാപത്തിന് ഇന്ന വലിപ്പം, മറ്റു പാപത്തിന് ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. പാപം എന്നും പാപം തന്നെയാണ്. ആ പാപത്തിൽ നിന്ന് നമുക്കൊരു വീണ്ടെടുപ്പ് വേണം. അപ്പോൾ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടും വരെയും നമുക്ക് ഈ ക്രിസ്തുവിനെ ആവശ്യമാണ്. കാരണം നമ്മുടെ ജഡം ബലഹീനമാണ്. നമ്മുടെ ആത്മാവായാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. കൃപയാൽ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നമ്മുടെ ജഡം ബലഹീനമാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ നീക്കപ്പെടുന്നത് വരേക്കും നമുക്ക് ഈ ക്രിസ്തുവിനെ ആവശ്യമാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട വ്യക്തികളോടാണ്. ഇനി നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്തവരാണെങ്കിൽ, യേശു ക്രിസ്തു മുഖാന്തരമുള്ള ഒരു വീണ്ടെടുപ്പ് ഇതുവരെ നിങ്ങൾ സ്വീകരിക്കാത്തവരാണെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ യേശുവിനെ, ക്രിസ്തുവായി വീണ്ടെടുപ്പുകാരനായ ഈ യേശുവിനെ നിങ്ങളെ കർത്താവും രക്ഷിതാവുമായി നിങ്ങൾ സ്വീകരിക്കണം.
അങ്ങനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപത്തിൽ നിന്നും എല്ലാ അകൃത്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ട്. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. നിങ്ങളുടെ ജീവിതം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ജീവിതമായി മാറും. അതിനായി പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകി. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹം ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്, നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. ഇന്നത്തെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.